കമ്മികളെ സന്തോഷിപ്പിക്കാനായി സുരേഷ് ഗോപിയെ ചൊറിഞ്ഞ മാധ്യമ പ്രവർത്തക സൂര്യ സുജിക്ക് കിട്ടേണ്ടത് നല്ല 8ന്റെ പണിയായി തന്നെ കിട്ടി. സൂര്യ സുജി ആളാവാൻ നോക്കിയതാണ്. അതായത് അന്തം കമ്മികളെ സന്തോഷിപ്പിക്കാനായി സുരേഷ് ഗോപിയുടെ മുന്നിൽ ചെന്ന് അവസാനിച്ച പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി ആളാവാൻ നോക്കിയ സൂര്യ സുജി റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ്. സൂര്യ സുജി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം അവർ തന്നെയാണ് അവരുടെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴെ വന്ന കുറച്ച് കമന്റുകളാണ്, അതായത് അവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കുറച്ച് കമന്റുകളാണ് സത്യത്തിൽ ഈ വാർത്ത ചെയ്യാനായി എന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയം ഉണ്ടാകും. കൂടുതൽ ഇടതുപക്ഷ അനുഭാവമുള്ള മാധ്യമ പ്രവർത്തകരായിരിക്കും മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ അവർ ആ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷെ ചില അന്ധമായ ഇടതുപക്ഷം അനുഭാവമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ചില രാഷ്ട്രീയ നേതാക്കളെ, രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ ചൊറിച്ചിലുണ്ടാകും. അങ്ങനെ സൂര്യ സുജിക്ക് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ, പ്രത്യേകിച്ച് സംഘിയാണ്, BJPയിലെ നേതാവാണ്, ഇതൊക്കെ സൂര്യ സുജിയെ വല്ലാതെ അസ്വസ്ഥയാക്കി. അങ്ങനെ സൂര്യ സുജി സുരേഷ് ഗോപിയെ നന്നായി ഒന്ന് ചൊറിഞ്ഞു. സുരേഷ് ഗോപി അതിൽ നന്നായി മാന്തി വിട്ടു. പിന്നീട് തൃശ്ശൂരിലെ റിപ്പോർട്ടറായിരുന്ന സൂര്യ സുജി അവർ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് ന്യായീകരണം വന്നു, എന്നെ നേരത്തെ തന്നെ ട്രാൻസ്ഫർ ചെയ്തതാണ്, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല, ഇപ്പോഴാണ് വരാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരണ ക്യാപ്സ്യൂൾ എത്തി. അത് അന്തം കമ്പനി ആയതുകൊണ്ട് സ്വാഭാവികമായി ന്യായീകരണം വരും. എന്തായാലും ഇപ്പോൾ 7 മാസം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്തപ്പോൾ അറിയില്ലായിരുന്നു സൂര്യ സുജി അത് മരമുറി ചാനലായിരുന്നു, മരമുറി കേസിലെ മുതലാളിമാർ നടത്തുന്ന ചാനലായിരുന്നു എന്നുള്ളത്. ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായത്? സുരേഷ് ഗോപിയെ ചൊറിയാൻ നേരത്ത് നല്ല തന്റേടവും ആത്മവിശ്വാസവും നല്ല നിലപാടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ 7 മാസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു ഇതാ മരമുറി ചാനൽ മേധാവികൾ നടത്തുന്ന അല്ലെങ്കിൽ മുതലാളിമാർ നടത്തുന്ന ഒരു ചാനലാണെന്ന്? പിന്നെ അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് 7 മാസം നിങ്ങൾ അവിടെ ജോലി ചെയ്തത്? എന്തിനാണ് 7 മാസം നിങ്ങൾ ആ ശമ്പളം കൈപ്പറ്റിയത്? എന്തായാലും സൂര്യ സുജിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തു. മരമുറി ചാനലിലെ 7 മാസത്തെ അനുഭവങ്ങൾ. വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇറങ്ങി. വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വിളിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല. അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് ഇറങ്ങി. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ. നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാകും എന്നതാ ഉറപ്പ്. സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാവില്ല. ഇടതുപക്ഷ അനുഭാവിയെ, സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ പുറത്താക്കും മുൻപേ പുറത്തു പോകണം എന്നതാ എന്റെ തീരുമാനം. മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ്. സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ്. പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി. അതാ നല്ലതിന്. രാത്രി 7 മണി മീറ്റിംഗിന് മരമുറി മുതലാളി കയറിയിരുന്ന അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറിവിളിക്കും. അടുത്ത ദിവസം ഒന്നും സംഭവിച്ചല്ലാതെ രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും. 24 എന്ന ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നതിന്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവയ്പ്പിച്ച പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന്. പട്ടിയെപ്പോലെ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 4 റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യവുമുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം. ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം. ഇങ്ങനെയാണ് സൂര്യ സുജി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് സംഘപരിവാറിനെ കൊണ്ടുവന്ന എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ അനുഭാവി എന്ന് അവർ തന്നെ പറയുന്നു. എന്തായാലും അവർ ഈ സംഘപരിവാറിനെ ഇതിന്റെ ഇടയിൽ പിടിച്ചിട്ടതിന്റെ രീതിയും പ്രശ്നങ്ങളും ഒന്നും മനസ്സിലാകുന്നില്ല. സുരേഷ് ഗോപിയെ അന്ന് സുരേഷ് ഗോപിക്കെതിരെ ആളാവാൻ നോക്കിയതിന് ചാനലിൽ നിന്ന് നന്നായി കിട്ടി എന്ന് മാത്രം. അതിന് വന്ന കമന്റുകൾ ഇങ്ങനെയാണ്: അവിടെ നടക്കുന്നത് മൊത്തം കമ്മികൾക്ക് കുഴലൂത്താണല്ലോ, എന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? ആളാകാൻ വരരുത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് തന്നെയാകും ചാനലിലെ മറ്റുള്ളവരും പറഞ്ഞത്.
CPM-ന്റെ പിന്തുണയുണ്ടെങ്കിൽ കേരളത്തിൽ ആർക്കും എവിടെയും എന്തും പറയുകയും ചെയ്യുകയും ചെയ്യാമെന്ന ധാർഷ്ട്യമാണ് നിങ്ങളെപ്പോലുള്ളവരുടെ നാശത്തിന് കാരണം. ഏത് നമ്മുടെ ആസ്ഥാന ക്യാപ്സ്യൂൾ മെഷീൻ മുട്ടയും കിണറേഷും പിന്നെ KPCC പരുത്തിക്കുരുവും ഇരുന്ന് തള്ളുന്ന റിപ്പോർട്ടർ ചാനലേ. ബൈ ദ ബൈ, ജോയിൻ ചെയ്തപ്പോഴും 7 മാസം ശമ്പളം വാങ്ങിയപ്പോഴും SGGക്കെതിരെ വാർത്ത ഉണ്ടാക്കിയപ്പോഴും അറിയില്ലായിരുന്നു അത് മരം മുറി ചാനലായിരുന്നു എന്ന്. അന്ന് കുട്ടിക്ക് ഒന്നും അറിയാത്ത കുട്ടിയായിരുന്നു. അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധത്തിന് വഴങ്ങി ജോലിക്ക് പോയതാണ്. കുട്ടികളെ നഴ്സറിയിൽ കൊണ്ടുവിടില്ലേ, അതുപോലെ. ലെറ്റർ കൊടുത്തിറങ്ങിയപ്പോൾ ആ പഴയ അന്തം അടിമത്തരം പുറത്തു വന്നു. സംഘി എന്ന് പറഞ്ഞാലേ കമ്മികൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതാണ് ബാക്കി കണ്ടത്. മാധ്യമ ലോകത്തിന് തീരാ ലാഭം. എത്ര ഉന്നത സ്ഥാനം ലഭിച്ചാലും എത്ര വലിയ ബിരുദങ്ങൾ നേടിയാലും സംസാര മര്യാദയും മനുഷ്യത്വവും പഠിച്ചില്ലെങ്കിൽ ആ വ്യക്തി നിരക്ഷരന് തുല്യമാണ്. നിങ്ങൾ രാജിവെക്കുന്നതും സംഘപരിവാർ രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഏതിലേ പോയാലും അതിന്റെ എല്ലാം കാരണം സംഘപരിവാറിന്റെ നെഞ്ചത്ത് വെച്ചിട്ട് പോകണം. അത് മസ്റ്റാണ്. ആത്മസംതൃപ്തി അടിയറ വച്ച് നേടുന്ന നേട്ടം കരിക്കട്ട പോലെയാണ്. നിലപാട്, നല്ല തീരുമാനം. അങ്ങനെ 1-2 നല്ല പോസിറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. എന്തായാലും സൂര്യ സുജിക്ക് കിട്ടേണ്ടത് കിട്ടി. ഇനി ആ പട്ടം പൊട്ടി. അടുത്തതാരാണ്? പക്ഷെ സൂര്യ സുജിയെ സംബന്ധിച്ചിടത്തോളം നല്ല അന്തം കമ്മിണി മാപ്ര ആയതുകൊണ്ട് കൈരളിയിലോ ഇടതുപക്ഷ അനുഭാവമുള്ള മറ്റ് ചാനലുകളിലോ ഒക്കെ ഇനി അങ്ങോട്ട് സൂര്യ സുജിയെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് 24 ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് 24 ചാനലിന്റെ പേരും കൂടി ഉൾക്കൊള്ളിച്ച സ്ഥിതിക്ക് അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സുരേഷ് ഗോപിയെ ചൊറിഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ഇപ്പോൾ അവർ ഇല്ല, രാജിവെച്ച് പുറത്തിറങ്ങി. അപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർക്ക് കിട്ടേണ്ടത് നല്ല ഉഗ്രം പണിയായി തന്നെ കിട്ടിയിട്ടുണ്ട്.